മതമിളകിയ ആനയെ തളയ്ക്കാം. മതമിളകിയ മനുഷ്യനെ തളയ്ക്കാനാണ് പ്രയാസമെന്ന് പറയാറുണ്ട്. മതഭ്രാന്ത് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നതാണ് തീവ്രദേശീയത. തീവ്രദേശീയത എന്ന പദം പോലും അതിന്റെ വൈകാരികമായ അർത്ഥത്തിൽ ഭീകരമാകാറില്ല. പക്ഷേ ദേശീയതയിൽ മതം കലരുമ്പോഴാണ് അത് അങ്ങേയറ്റം ഭീകരമാകുക. മതം കലർന്ന ദേശീയത എന്നാൽ പാമ്പിൻ വിഷത്തിന് സയനൈഡ് കലക്കിയെടുത്ത പോലെയാണ്. മതവും ദേശീയതയും കൂടിച്ചേർന്ന ദുരന്ത ദിനങ്ങളിലൂടെ നമ്മുടെ രാജ്യം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. യുദ്ധങ്ങളും അതിർത്തി സംഘർഷങ്ങളും ഇത്തരം വർഗീയവാദികളുടെ വസന്തകാലമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത്തരം ആൾക്കാരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയും വിവേചനശേഷിയുമുള്ളവർക്ക് ഇത്തരം പ്രസ്താവനകൾ തമാശയായും മണ്ടത്തരമായും തോന്നുമെങ്കിലും ഇത് നടത്തുന്നവർക്ക് സ്വന്തം വിഡ്ഢിത്തം ഒരിക്കലും തിരിച്ചറിയാൻ ആകില്ലെന്നതാണ് വാസ്തവം. ഇതാണ് ഈ തീവ്രദേശീയതയുടെ സവിശേഷതയും. പഹൽഗാം ഭീകരവാദികൾ കൊല്ലപ്പെടുത്തിയ മലയാളിയായ എൻ രാമചന്ദ്രന്റെ മകൾക്കെതിരെ ഹിന്ദുത്വവാദികൾ നടത്തിയ സൈബർ ആക്രമണം നമ്മൾ മറന്നിട്ടില്ല. കശ്മീരിൽ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന ഡ്രൈവർമാരെ കുറിച്ച് പറഞ്ഞതായിരുന്നു കാരണം. ആ ഡ്രൈവർമാർ മുസ്ലിങ്ങളായതാണ് സൈബർ സംഖ്യകളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. അവിടെ മുതൽ ഇങ്ങോട്ട് രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഊട്ടിയുറപ്പിക്കുന്ന പ്രതികരണങ്ങൾ ആരൊക്കെ നടത്തിയിട്ടുണ്ടോ അവരെല്ലാം സംഘപരിവാറിന്റെ നോട്ടപ്പുള്ളികളായിട്ടുണ്ട്. കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാളിനെതിരെ നടത്തിയ സൈബർ പരിഹാസങ്ങൾ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കും കുടുംബത്തിനും നേരെയുണ്ടായ സൈബർ ആക്രമണം, ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ ധീര സൈനിക സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുന്നത് BJPയുടെ മധ്യപ്രദേശിലെ ഒരു മന്ത്രി തന്നെയാണ്. ഇതേ മന്ത്രി മുൻപ് ഇതേ രീതിയിൽ സ്ത്രീകളെ ഉൾപ്പെടെ അധിക്ഷേപിച്ചയാൾ ആണെന്നത് ചരിത്രം. അതുകൊണ്ട് തന്നെ അയാൾ വീണ്ടും അധിക്ഷേപം നടത്തിയതിൽ അത്ഭുതമില്ല. പക്ഷേ ഇങ്ങനെയുള്ളവർ പിന്നെയും മന്ത്രിയും MLAയും ഒക്കെയായി വരുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തെയും നിയമവ്യവസ്ഥകളെ പോലും നാണം കെടുത്തുന്നത്. BJP ഇയാളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. വിശദീകരണം ചോദിക്കുന്നത് തന്നെ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ വിശദീകരണമൊന്നും ആവശ്യമില്ല. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി അംഗം കൂടിയായ നടൻ മോഹൻലാലിനെയും നമ്മുടെ രാജ്യസ്നേഹികൾ വെറുതെ വിട്ടിട്ടില്ല. ഗൾഫിൽ മാധ്യമം പത്രം സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തതാണ് മോഹൻലാലിന്റെ മേൽ കുതിര കയറാനുള്ള കാരണം. മോദിയുടെയും BJPയുടെയും നയങ്ങളോടും നിലപാടുകളോടും പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അനുഭാവം പുലർത്തിപ്പോന്ന നടനായിരുന്നു മോഹൻലാൽ എന്നത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എമ്പുരാൻ ഇറങ്ങിയതു മുതൽ മോഹൻലാലിനെ സംഘപരിവാർ ടാർഗറ്റ് ചെയ്തു തുടങ്ങി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത്. വേടൻ എന്ന റാപ്പ് ഗായകൻ നേരത്തെ തന്നെ സംഘപരിവാറിന്റെ ആക്രമണ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ജാതി രാഷ്ട്രീയം പറയുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സംഘപരിവാറിന്റെ സവർണ തമ്പുരാക്കന്മാർക്ക് വേടൻ വെറുക്കപ്പെട്ടവനാകുന്നത്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന് കഴിഞ്ഞ ദിവസം അവർ പരസ്യമായി തന്നെ പറഞ്ഞു. വേടന്റേത് വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യമാണെന്നും വളർന്നുവരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി ഇത് അരങ്ങുവാഴുകയാണെന്നും പറഞ്ഞത് ചെറിയ പുള്ളിയല്ല. RSS നേതാവും കേസരി വാരിക മുഖ്യ പത്രാധിപനുമായ ഡോക്ടർ NR മധു ആയിരുന്നു. ഇതേ മനുഷ്യൻ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും വർഗീയത കലർത്തി വേർതിരിക്കുന്നതും നമ്മൾക്ക് ലജ്ജയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു. ഷവർമ കഴിച്ചു മരിക്കുന്നതെല്ലാം ഹിന്ദുക്കളാണെന്നും മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അങ്ങനെ മരിക്കുന്നില്ല എന്നുമായിരുന്നു ഈ വർഗീയവാദിയുടെ പരിദേവനം. യുദ്ധത്തിനെതിരായ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ M സ്വരാജിനും ജോൺ ബ്രിട്ടാസിനും സൈബർ ഇടങ്ങളിൽ കേൾക്കേണ്ടി വന്ന അധിക്ഷേപങ്ങൾക്ക് പരിധിയില്ല. നിങ്ങൾ മുസ്ലിം നാമധാരിയാണെങ്കിൽ അയാൾ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചാൽ പോലും അവരെ അംഗീകരിക്കാൻ സംഘപരിവാർ ഗ്രൂപ്പുകൾക്ക് വലിയ മടിയാണ്. ഇനി നിങ്ങൾ ഹിന്ദു നാമധാരിയാണെങ്കിലോ RSS അടിമയായിരിക്കണം. മുസ്ലിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനും പാടില്ല. ഇതാണ് സംഘപരിവാർ നയം. കലാകാരന്മാരുടെ കാര്യം പോകട്ടെ. നമ്മുടെ രാജ്യത്തിനു വേണ്ടി കണ്ണു ചെമ്മാതെ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന സൈനികരോട് പോലും ഈ മനോഭാവം വെച്ചു പുലർത്തുന്നവരുടെ രാജ്യസ്നേഹത്തിന്റെ ലെവൽ എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ ബോധമുള്ള മനുഷ്യർക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയാണ്.